പൊട്ടിത്തെറിയെന്ന വാർത്ത നിഷേധിച്ച് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ AK അഷ്റഫ് MLAയുടെ പരാജയ ഭീതി മൂലമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും ML അശ്വിനി KCN ന്യൂസിനോട് പറഞ്ഞു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതിക വിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ എന്നും നടക്കാറുള്ളത്. ഇത്തവണ K സുരേന്ദ്രൻ മത്സരിക്കുന്നതിലൂടെ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമായി മഞ്ചേശ്വരം മാറിയിട്ടുണ്ട്. എന്നാൽ BJPക്കുള്ളിൽ ചില ഭിന്നതയുണ്ടെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ വേണ്ടി BJPയുടെ ജില്ലാ അധ്യക്ഷ ML അശ്വിനി തന്നെ നമ്മോടൊപ്പമുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഈ ഒരു അഭിപ്രായ ഭിന്നത, അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്തായിരുന്നു? ഇവിടെ ഭിന്നത ഉണ്ട് എന്ന് നമുക്കറിയാല. ഞാനൊക്കെ മാധ്യമത്തിൽ കണ്ടിട്ടാണ് നനക്കറിഞ്ഞത്. ഇത് ഇവിടെ ഭിന്നത ഉണ്ടോ, ആരെക്കാണ്, എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇത്ര ആൾ വിളിക്കുമ്പോൾ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ വിഷയം. അപ്പോ എനിക്കൊരു അതിശയമായി പോയി. ബിക്കോസ് നമ്മൾ കോർ കമ്മിറ്റി ചേരാത്ത കോർ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര ആലോചിച്ചു പോലും എനിക്ക് കിട്ടുന്നേ ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലായത് മഞ്ചേശ്വരത്ത് BJP ജയിക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ജയിക്കാൻ പോവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടിയിലെ പാർട്ടിയുടെ ലീഡേഴ്സ് അകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പുറത്തേക്ക് പ്രചരണം നടത്തിയെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തകന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവൂ. അപ്പോ ഈ വോട്ടുകൾ അവർ ഇടാൻ പോകുന്നില്ല, BJPക്ക് ഇടാൻ പോകുന്നില്ല. അപ്പൊ ഈ വോട്ടുകൾ ലീഗിക്ക് കിട്ടൂ എന്ന ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് AK അഷ്റഫ് ഇങ്ങനെയുള്ള ഗെയിമുകൾ കളിപ്പിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ട് എനിക്ക് ശക്തമായിട്ടുള്ള സംശയമുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള സംശയത്തിന്റെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിലുണ്ട്. ഒരിക്കൽ പ്രൂഫ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രം ഞാൻ അത് ലീഗൽ നോട്ടീസ് ഞാൻ അങ്ങോട്ട് ഉള്ളതാണ്. ബിക്കോസ് ഒരു പ്രാവശ്യമെങ്കിൽ നമുക്ക് അവരെ ഓക്കെ വിടാം. 2ാമത്തെ തവണ, 3ാം തവണ, ഇത് 4ാം തവണമാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, എനിക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ എന്തിനാണ് ചേർക്ക് പോയിട്ട് കല്ലിടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ട് ഉണ്ടായത്. പക്ഷെ ഈ പ്രാവശ്യം ഒന്നും എന്തെങ്കിലും വിടാൻ പോകുന്നില്ല. ബിക്കോസ് ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞെങ്കിൽ ഇതിക്കുള്ള ശക്തമായിട്ടുള്ള മറുപടി, അതേപോലെ നടപടി ഞാൻ ലീഗലായിട്ട് ഞാൻ പോകും. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യം മഞ്ചേശ്വരത്ത് നമുക്ക് വിജയം സാധിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയറുമായി ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി വന്ന ശേഷം, സെൻട്രലിൽ വന്ന ശേഷം നിരവധി ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്കറിയാം, അതൊന്നും പറയണ്ടല്ലോ. ബിക്കോസ് ഡെവലപ്മെന്റ്സ് കാണുന്നുള്ളത് അങ്ങനെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഈ 5 കൊല്ലം കൊണ്ട് ഇവിടെ AK അഷ്റഫ് എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവന്നു? ഈ 5 കൊല്ലം മാത്രമല്ല, കാലകാലമായിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് CPMന്റെ MLA ഉണ്ടായിരുന്നു. കാലകാലമായിട്ട് മുസ്ലിം ലീഗിന്റെ MLAമാർ മഞ്ചേശ്വരത്ത് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു? ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, മെഡിക്കൽ സിസ്റ്റം ഇല്ല, അതെല്ലാം അറിയാം വിഷയം. അപ്പോൾ ഇത് ഒന്നും ചെയ്യാത്ത ആൾക്ക് ഇനി വോട്ട് കൊടുക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഒരു പ്രാവശ്യം നമുക്ക് BJPനെ വിജയിപ്പിച്ചിട്ട് നോക്കാം എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചകൾ വന്നുകൊണ്ടിട്ടുണ്ട്. BJP എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്, BJPയിൽ മാത്രമാണ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള പറയുന്ന ചർച്ചകൾ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നുള്ളത് കൊണ്ട് പേടിച്ചിട്ടായിട്ട് ഈ AK അഷ്റഫ് ഇങ്ങനെയുള്ള കളികൾ നടത്തുന്നുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം തീർച്ചയായിട്ട് ജനങ്ങള് ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്തിട്ടായിട്ട് NDA സ്ഥാനാർത്ഥിനെ അവിടെ വിജയിപ്പിക്കും. ഈ ടോൾ വിഷയം ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതിൽ BJP ഇടപെട്ടിട്ടാണ് ഈ ടോൾ ഒഴിവാക്കിയത് എന്നാണ് BJP പറയുന്നത്. ഈ വിഷയം എങ്ങനെയായിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രതിഫലിക്കുക? എങ്ങനെയായിരിക്കും ഇത്? 100% BJP ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ടോൾ അവിടുന്ന് ക്ലോസ് ആയിട്ടുള്ളത്. അത് എനിക്ക് വിത്ത് പ്രൂഫ് ആണ് ഞാൻ എല്ലാവർക്കും കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അത് ഒരു പ്ലസ് പോയിന്റ് ആവും. ബിക്കോസ് എത്ര കള്ളപ്രചരണം നടത്തിയിട്ട് ഒരു കണ്ണുക്ക് മണ്ണിടുന്ന പോലെ നാടകം ചെയ്തെങ്കിലും പോലും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിന്റെ ഉള്ളിൽ അറിയുക ഇത് BJP കൊണ്ട് മാത്രമാണ് ടോൾ ക്ലോസ് ആക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് BJPക്ക് മാത്രമാണ് ജനങ്ങളെ പ്രശ്നം എന്താണും എന്ന് പറഞ്ഞിട്ടുള്ള ആ സെന്റിമെന്റ് അറ്റാച്ച് ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിൽ BJP ആണ് ഇത് ടോൾ പ്ലാസ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ ഇടയിൽ ഒരു നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. ഈവൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ലീഗിന്റെ LDFന്റെ ആൾക്കാരും നമുക്കറിയാം മാഡം, ഇത് നിങ്ങളെ കൊണ്ട് മാത്രമാണ്, BJPനെ കൊണ്ട് മാത്രമാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ അഷ്റഫ് ഒരു നാടകം അവിടെ കളിച്ചു. പക്ഷെ ഇത് ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് എത്തിയിട്ടുണ്ട്.
പിന്നെ പ്രസ് മീറ്റിലും പോലും ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ വെച്ചുകൊണ്ട് അത് നമുക്ക് ഈ പ്രാവശ്യം നന്നായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും. ഈ മഞ്ചേശ്വരം കൂടാതെ മറ്റു 4 മണ്ഡലങ്ങൾ കൂടിയുണ്ട് ജില്ലയിൽ. അപ്പോൾ ഇവിടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇവിടെയും അതേപോലെയാണ്. മഞ്ചേശ്വരത്തിന്റെ സെയിം ടൈപ്പിലാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് എനിക്ക് 5 അസംബ്ലി മണ്ഡലം ഉണ്ട്, ഒരു ജില്ലാ അധ്യക്ഷർക്ക് 5 അസംബ്ലി ഒരേപോലെയാണ്. അപ്പോൾ ആ 5 അസംബ്ലിയിൽ പോലും നമ്മളിപ്പോൾ വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. 5 അസംബ്ലി ഇൻചാർജസ്മാരുണ്ട്, അവർ അവരുടേതായ രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മഞ്ചേശ്വരത്തിൽ എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ അതേപോലെ വർക്ക് സെയിം ആണ് ഈ 4 മണ്ഡലത്തിൽ നടക്കുന്നുള്ളത്. വോട്ട് ചേർക്കുന്നതാവട്ടെ, നമ്മുടെ വാൾ പെയിന്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ശക്തി കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള ഇൻചാർജസ്, അത് അങ്ങനെയുള്ള പ്രചരണങ്ങളും അത് നടക്കുന്നുള്ളതാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള ഈ പ്രാവശ്യത്തിന് ഇലക്ഷൻ ഒരു നന്നായി കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ടൈപ്പിലും നമ്മൾ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. ഈ എ ക്ലാസ് മണ്ഡലമാണല്ലോ മഞ്ചേശ്വരം BJP. അവിടെ ഈ പ്രധാനമന്ത്രി എത്തും എന്നുള്ളൊരു മോസ്റ്റ്ലി അവർ വരും, എപ്പോഴും പ്രതീക്ഷയുണ്ടല്ലോ. എ ക്ലാസ് മണ്ഡലമാകുമ്പോൾ നരേന്ദ്രമോദിജി വരും, അത് ഇമ്പാക്ട് കൂടി ഉണ്ടാവും. അപ്പൊ ഈ പ്രാവശ്യം എന്തെങ്കിലും നരേന്ദ്രമോദിജി വരും എന്ന് പറയുന്ന ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സ്റ്റേറ്റ് ഘടകത്തിനോട് കൂടി ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നന്നായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് നിങ്ങളുടെ ഒരു പ്രചരണം എന്താണ്? നിങ്ങളുടെ ഒരു മുദ്രാവാക്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ത് മുദ്രാവാക്യം? മതിയായി MLA, മതിയായി മുസ്ലിം ലീഗ് ആൻഡ് LDF. ഇനി ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് വോട്ട് കൊടുക്കുക. സോ വോട്ട് ഫോർ ഡെവലപ്മെന്റ്. എന്തായാലും വോട്ട് ഫോർ ഡെവലപ്മെന്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ BJP കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം BJPയുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് BJP ജില്ലാ അധ്യക്ഷ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മഞ്ചേശ്വരത്ത് മികച്ച വിജയം നേടുമെന്നും ML അശ്വിനി വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്.